ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 198 വാല്യം 5 ബെഥനിയിൽ വച്ച് ഈശോ അമ്മയെ കാണുന്നു. ഒലിവുമലയെ ബെഥനിയുമായി ബന്ധിപ്പിക്കുന്ന തണലുള്ള ഒരു വഴിയിലൂടെ ഈശോയും ശിഷ്യന്മാരും വേഗം നടക്കുന്നു. ലാസറസിന്റെ പട്ടണത്തിലേക്കാണ് അവർ പോകുന്നത്. ബെഥനി വരെ കുന്നുകൾ താണു താണ് നിരന്നു കിടക്കുന്നു. പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഈശോയെ മനസ്സിലാക്കുന്നുണ്ട്. വിവരം മറ്റുള്ളവരെ അറിയിക്കാൻ പലരും പല വഴിക്ക് ഓടുകയാണ്. അങ്ങനെ വിവരമറിഞ്ഞ് ലാസറസും മാക്സിമിനോസും ഒരു വശത്ത് നിന്ന് ഓടി വരുന്നു. തിമോത്തിയോസിന്റെയും ജോസഫിന്റെയും കൂടെ ഐസക് വേറൊരു വശത്ത് നിന്ന് ഓടി വരുന്നു. മൂന്നാമത്തെ കൂട്ടർ മർത്തായും മർസല്ലായും മറ്റുമാണ്. മാർത്ത അവളുടെ ശിരോവസ്ത്രം മാറ്റി കുനിഞ്ഞ് ഈശോയുടെ പാദം ചുംബിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അൽഫയൂസിന്റെ ഭാര്യ മേരിയും മേരി സലോമിയും കൂടെ വന്ന് ഗുരുവിനെ അഭിവാദ്യം ചെയ്ത ശേഷം അവരുടെ പുത്രന്മാരെ ആലിംഗനം ചെയ്യുകയാണ്. ഈശോയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊച്ചു ജാബസ് പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. ആളുകളുടെ തിരക്കെല്ലാം കണ്ട് അവൻ സ്തംഭിച്ചു പോകുന്നു. എൻഡോറിലെ ജോണിന് ആരെയും പരിചയമില്ലാത്തതിന്റെ ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അയാൾ എല്ലാവരുടെയും പിന്നിൽ പോയി അല്പം അകന്നു നിൽക്കുന്നു. പെട്ടെന്ന് സൈമണിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ ഈശോയുടെ അമ്മ നടന്നു വരുന്നു. ഈശോ ജാബസിന്റെ കൈ വിട്ടിട്ട് അടുത്തുള്ള സ്നേഹിതരെ മെല്ലെ ഉന്തി മാറ്റിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ പോകുന്നു. ആളുകളുടെ സംസാരത്തിന് മീതെ പരിചിതമായ ആ വാക്കുകൾ മുഴങ്ങി കേൾക്കുന്നു. മകനെ, അമ്മേ. ഒരു സ്നേഹഗാനം പോലെ അവർ പരസ്പരം ചുംബിക്കുന്നു. അമ്മ അനുഭവിച്ച വേദനയെല്ലാം അമ്മയുടെ ചുംബനത്തിലുണ്ട്. വളരെ നാളായി അവരെ അലട്ടിയിരുന്ന ഭയം ഇപ്പോൾ അലിഞ്ഞു പോകുന്നതായി തോന്നുന്നെങ്കിലും ആ സഹനത്തിന്റെ ക്ഷീണമെല്ലാം ഇപ്പോൾ അനുഭവപ്പെടുന്നു. ഈശോയ്ക്ക് വരാൻ പാടുണ്ടായിരുന്ന ആപത്തുകളെക്കുറിച്ചെല്ലാം അവർ ആകുലയായിരുന്നു. എല്ലാം മനസ്സിലാക്കിയ ഈശോ അമ്മയെ തലോടിക്കൊണ്ട് പറയുന്നു, എന്റെ ദേവദൂതന്റെ അരികിൽ അമ്മയുടെ ദേവദൂതനുമുണ്ടായിരുന്നു എന്നെ കാത്തു സൂക്ഷിക്കാൻ. ഒരാപത്തും എനിക്ക് സംഭവിക്കാൻ ഇടയില്ലായിരുന്നു. അതിനാൽ കർത്താവായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. എങ്കിലും ഞാൻ കുറേയധികം വേദന സഹിച്ചു. കുറെ കൂടെ നേരത്തെ വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നാൽ അമ്മയെ അനുസരിക്കാനായി വേറൊരു വഴിയിലൂടെയാണ് ഞാൻ വന്നത്. എന്നാൽ അത് നന്നായി. കാരണം എപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ അമ്മയുടെ കൽപ്പന നല്ല ഫലങ്ങൾ ഉളവാക്കി. മകനെ, നിന്റെ അനുസരണയാണ് നല്ല ഫലങ്ങൾ നൽകിയത്. അമ്മയുടെ കൽപ്പനയായിരുന്നു അത് നേടിയത്. അവർ പരസ്പരം നോക്കി പുഞ്ചിരി തൂകുന്നു, പ്രണയബദ്ധരെ പോലെ. ഈ സ്ത്രീ ഈ മനുഷ്യന്റെ അമ്മയാണെന്നുള്ളത് സംഭവ്യമാണോ? പ്രായത്തിൽ 16 വയസ്സിന്റെ വ്യത്യാസം എവിടെയാ? മേരിയുടെ മുഖത്തിന്റെയും കന്യാത്വം പാലിക്കുന്ന അവളുടെ ശരീരത്തിന്റെയും അഴകും ദൈവിക ചൈതന്യവും കണ്ടാൽ സുന്ദരമായ യുവത്വം തുളുമ്പി നിൽക്കുന്ന മകന്റെ പെങ്ങളാണെന്നേ പറയൂ. എന്തുകൊണ്ടാണ് ഫലങ്ങളുണ്ടായത് എന്ന് അമ്മ എന്നോട് ചോദിക്കുന്നില്ലേ? പുഞ്ചിരി തൂകിക്കൊണ്ട് ഈശോ ചോദിക്കുന്നു. എന്റെ ഈശോ എന്നിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കയില്ലെന്ന് എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട അമ്മേ. ഈശോ വീണ്ടും മേരിയെ ചുംബിക്കുന്നു. ആളുകളെല്ലാം ഏതാനും മീറ്റർ അകലെ മാറി നിന്നുകൊണ്ട് ഇവരുടെ സംസാരത്തിന് തടസ്സം വരുത്തില്ലെന്നാണ് ഭാവിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ നോട്ടവും മാറ്റിയെന്ന് അഭിനയിക്കുന്നെങ്കിലും എല്ലാവരും ഒളി കണ്ണിട്ട് അവരെ നോക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ജാബസ് ആണ്. അമ്മയെ ആലിംഗനം ചെയ്യാൻ അവനെ വിട്ടിട്ട് ഈശോ ധൃതിയിൽ പോയി. എല്ലാവരും തെരുതെരെ ഈശോയെ അഭിവാദ്യം ചെയ്യുകയും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിനിടയിൽ ബാലന്റെ മേലുള്ള ശ്രദ്ധ വിട്ടുപോയി. അവൻ എല്ലാം നോക്കിക്കാണുന്നു. എന്നാൽ തല കുനിച്ചു നിന്ന് കണ്ണീര് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കഴിയുന്നില്ല. പൊട്ടിയൊരു കരച്ചിൽ, അമ്മേ, അമ്മേ. എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. ഈശോയും മേരിയുമാണ് ആദ്യം നോക്കുന്നത്. എല്ലാവരും സഹായിക്കാൻ ശ്രമിക്കുകയാണ്, ബാലൻ ആരെന്ന് കണ്ടുപിടിക്കാനും. അൽഫയൂസിന്റെ ഭാര്യ മേരിയും പത്രോസും കൂടെ ഒപ്പമെത്തി.
രണ്ടുപേരും കൂടെ ചോദിക്കുന്നു, എന്തിനാണ് നീ കരയുന്നത്? കണ്ണീരൊഴുകുന്നതിനിടയ്ക്ക് ശ്വാസമെടുത്ത് ഉത്തരം പറയാൻ കഴിയുന്നതിനു മുമ്പ് ഈശോയുടെ അമ്മ ഓടിവന്ന് അവനെ കൈകളിലെടുത്ത് പറയുന്നു, അതെ എന്റെ മോനെ, നിന്റെ അമ്മ ഇതാ. ഇനി നീ കരയണ്ട. മോനെ, ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ. അതെന്നോട് ക്ഷമിക്കൂ. എന്റെ സ്നേഹിതരെ, ഇതാ എന്റെ കൊച്ചുമകൻ. അവർ കുട്ടിയുടെ അടുത്തേക്ക് വരുന്ന വഴിക്ക് ഈശോ അമ്മയോട്, അവൻ അനാഥ ബാലനാണ്, ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു എന്ന് പറഞ്ഞെന്നുള്ളത് വ്യക്തം. ബാക്കി കാര്യങ്ങളെല്ലാം മേരിക്കറിയാം. വേണ്ട പോലെ ചെയ്തുകൊള്ളൂ. കുട്ടി ഇപ്പോഴും കരയുന്നുണ്ട്, എന്നാൽ കുറെ കൂടെ ശാന്തമായ കരച്ചിൽ. കാരണം മേരി അവനെ എടുത്തിരിക്കുകയാണ്, അവനെ ചുംബിക്കുകയും ചെയ്യുന്നു. അല്പസമയം കൊണ്ട് അവൻ പുഞ്ചിരി തൂകാൻ തുടങ്ങി. മുഖം ഇപ്പോഴും കണ്ണീരുകൊണ്ട് നനഞ്ഞാണിരിക്കുന്നത്. നിന്റെ ആ കണ്ണീരെല്ലാം ഞാൻ തുടച്ചു കളയട്ടെ. ഇനി നീ കരയരുത്. എനിക്ക് ഒരുമ്മ തന്നേ. ജാബസിന് വേറൊന്നുമല്ല വേണ്ടത്. വലിയ സന്തോഷത്തോടെ അവൻ മേരിയുടെ മൃദുലമായ കവിളിൽ ചുംബിക്കുന്നു. താടിമീശയുള്ള പുരുഷന്മാരുടെ മുഖത്ത് ചുംബിക്കുന്നതിനേക്കാൾ എത്ര ഇഷ്ടം. ഈശോ എൻഡോറിലെ ജോണിനെ അന്വേഷിക്കുകയാണ്. അയാൾ ഒറ്റയ്ക്ക് മാറി നിന്നിരുന്ന സ്ഥലത്തേക്ക് ഈശോ ചെന്ന് അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നു. മറ്റ് അപ്പസ്തോലന്മാരെല്ലാം മേരിക്ക് അഭിവാദനം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഈശോ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് മേരിയോട് പറയുന്നു, ഇതാണ് മറ്റേ ശിഷ്യൻ. അമ്മ അമ്മയുടെ കൽപ്പന ഈ 2 പുത്രന്മാരെ അമ്മയ്ക്ക് നേടിത്തന്നിരിക്കുന്നു. മകനെ, നിന്റെ അനുസരണയാണത് നേടിയത് എന്ന് മേരി വീണ്ടും പറഞ്ഞ ശേഷം അയാളോട് നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നു. എൻഡോറിലെ സമാധാനം ഒട്ടും ഇല്ലാതിരുന്ന പരിക്കൻ മനുഷ്യൻ എത്ര വ്യത്യാസപ്പെട്ടു. അന്നൊരു ദിവസം യൂദാസിന്റെ ഒരു തോന്നലിന് വഴങ്ങിയാണ് ഈശോ എൻഡോറിലേക്ക് പോയത്. അന്നത്തേക്കാൾ എത്ര വ്യത്യാസം അയാൾക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മേരിയെ അഭിവാദ്യം ചെയ്യാൻ തലകുനിച്ചപ്പോൾ അയാളുടെ പഴയ സ്വഭാവമെല്ലാം എവിടെയോ പോയി മറഞ്ഞതുപോലെയുണ്ട്. അയാളുടെ മുഖം ശരിക്കും സമാധാനവും ശാന്തിയും ഉള്ളതായി കാണപ്പെടുന്നു. എല്ലാവരും സൈമണിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. മേരി ജാബസിനെ കയ്യിലെടുത്തിരിക്കുന്നു. ഈശോ എൻഡോറിലെ ജോണിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവരുടെ പിമ്പിലും ചുറ്റിലുമായി ലാസറസ്, മാർത്ത, അപ്പസ്തോലന്മാർ, മാക്സിമിന്യൂസ്, ഐസക്, ജോസഫ്, തിമേനയൂസ് എന്നിവർ. വീടിന്റെ വാതിൽക്കലെത്തിയപ്പോൾ സൈമണിന്റെ വൃദ്ധനായ പരിചാരകൻ വന്ന് ഈശോയെയും അവന്റെ യജമാനനെയും വളരെ ബഹുമാനത്തോടെ അഭിവാദനം ചെയ്യുന്നു. ജോസഫെ, നിനക്കും ഈ ഭവനത്തിനും സമാധാനമുണ്ടാകട്ടെ. പരിചാരകന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം കരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈശോ ഇത് പറയുന്നത്. ലാസറസിനും മർത്തായ്ക്കും ആദ്യത്തെ സന്തോഷത്തിന് ശേഷം ദുഃഖമാണ്. ഈശോ അത് കണ്ട് ചോദിക്കുന്നു, എന്റെ സ്നേഹിതരെ, എന്തിനാണ് നിങ്ങൾ ദുഃഖിതരായിരിക്കുന്നത്? കാരണം നീ ഞങ്ങളുടെ കൂടെ താമസിക്കാത്തതിനാലും പിന്നെ എല്ലാവരും നിന്റെ പക്കൽ വരുന്നുണ്ടെങ്കിലും നിന്റേതായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മാവ് നിന്റെ പക്കലേക്ക് വരാത്തതിനാലും. നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ പ്രാർത്ഥനയും കുറെ കൂടെ ശക്തിപ്പെടുത്തുക. എങ്ങനെയായാലും ഞാൻ നിങ്ങളോട് കൂടെയാണ്. ഈ വീട് മനുഷ്യപുത്രൻ തന്റെ സ്നേഹിതരുടെ പക്കലേക്ക് എല്ലാ ദിവസവും പറന്നു പോകുന്നതിനുള്ള കൂടാണ്. ഈ സ്നേഹിതർ ദൂരം കൊണ്ട് അകലെയല്ലെങ്കിലും അതിസ്വാഭാവിക രീതിയിൽ ചിന്തിച്ചാൽ സ്നേഹത്തിൽ എത്രയധികം അടുത്തിരിക്കുന്നവരാണ്. നിങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലും. അതിനേക്കാൾ അടുക്കാൻ പറ്റുമോ? എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചായിരിക്കും. ഇന്ന് അത്താഴത്തിന് എന്റെ കൂടെ ഇരിക്കൂ. ഓ, ഞാൻ എന്ത് പൊട്ടിയാ, മടിച്ചിയാ. വരൂ സലോമി, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. അൽഫേയൂസിന്റെ ഭാര്യ മേരിയുടെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും ചിരിക്കുന്നു. ഈശോയുടെ ഈ നല്ല ചാർച്ചക്കാരി വേഗം എണീറ്റ് ജോലി ചെയ്യാൻ പോകുകയാണ്. മർത്ത അവളുടെ കൂടെ കൂടുന്നു. ഭക്ഷണത്തെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട മേരി, ഞാൻ പോയി വേണ്ടതെല്ലാം ചെയ്യിക്കാം. മേശ തയ്യാറാക്കിയാൽ മതി. ആവശ്യമുള്ളിടത്തോളം കസേരകളും മറ്റെല്ലാ സാധനങ്ങളും കൊടുത്തയക്കാം.
മാർസല്ല, വരൂ. ഗുരുവേ, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. ലാസറസേ, ഞാൻ അരിമത്യായിലെ ജോസഫിനെ കണ്ടു. അയാൾ ഏതാനും സ്നേഹിതരുമായി തിങ്കളാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ കൊള്ളാം, അന്ന് നീ എന്റെ അതിഥിയായിരിക്കും. അതെ, ആ ദിവസം നമ്മളോടൊത്ത് ചിലവഴിക്കാനാണ് അയാൾ വരുന്നത്. എന്നാൽ ജാബസിന്റെ പ്രായപൂർത്തി ചടങ്ങ് നടത്തിത്തരാൻ കൂടെയാണ് വരിക. ജോണെ, കുട്ടിയെ മട്ടുപ്പാവിലേക്ക് കൊണ്ടുപോകൂ. അവിടം അവന് ഇഷ്ടമായിരിക്കും. എപ്പോഴും അനുസരിക്കുന്ന സെബദീപുത്രൻ ജോൺ ഉടനെ തന്നെ എഴുന്നേറ്റ് പോകുന്നു. അല്പസമയത്തിനുള്ളിൽ ബാലൻ സന്തോഷത്തോടെ ഒച്ചയിടുകയും ഓടി നടക്കുകയും ചെയ്യുന്ന സ്വരം കേൾക്കുന്നു. ഈശോ തന്റെ അമ്മയോടും സ്നേഹിതരോടും മർത്തായുൾപ്പെടെയുള്ള സ്ത്രീകളോടും പറയുന്നു. മർത്ത വേഗം തന്നെ തിരിച്ചു വന്നു. ഈശോയുടെ അടുത്തായിരിക്കാൻ ലഭിച്ച ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതിരിക്കാൻ. ബാലൻ ഡോറാസിന്റെ കൃഷിപ്പണി ചെയ്യുന്ന ഒരു വൃദ്ധന്റെ പൗത്രനാണ്. ഞാൻ എസ്ത്രലോണിലൂടെ കടന്നു പോകുകയായിരുന്നു. ആ വയലെല്ലാം പാടെ നശിച്ചെന്നും അയാൾ അത് വിൽക്കാൻ പോകുകയാണെന്നും കേൾക്കുന്നത് ശരിയാണോ? അതൊരു നാശം തന്നെ. എന്നാൽ അയാൾ അത് വിൽക്കാൻ പോകുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യോഹന്നാന്റെ ആൾക്കാരിൽ ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നാൽ അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ വിൽക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ അത് വാങ്ങും. കാരണം ആ സർപ്പക്കൂട്ടിന്റെ നടുവിൽ നിനക്ക് ഒരു അഭയസ്ഥാനമാകട്ടെ എന്ന് കരുതി. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം യോഹന്നാൻ അത് വാങ്ങാൻ തയ്യാറാണ്. ആകട്ടെ, നമുക്ക് നോക്കാം. എന്നിട്ട് കൃഷിക്കാരാരെല്ലാമാണ്? മുൻപുണ്ടായിരുന്ന എല്ലാവരെയും അയാൾ ചിതറിച്ചു കളഞ്ഞു. ശരിയാണ്, പഴയ ജോലിക്കാരെയെല്ലാം അവൻ ഓടിച്ചു വിട്ടു. ഇപ്പോഴുള്ളവർ യൂദയായിൽ നിന്നുള്ളവനാണ്. ഒരു കാട്ടുമൃഗത്തെ പോലെ കുട്ടിയെ കാട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. ഡോറാസ് അവനെ കാണാതിരിക്കാൻ കഴിഞ്ഞ മഞ്ഞുകാലം മുതൽ അങ്ങനെയാണ് അവനെ വളർത്തിയത്. ഓ സാധുക്കുട്ടി, പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ? സ്ത്രീകളെല്ലാം ഉത്കണ്ഠയോടെ ചോദിക്കുന്നു. കാരണം മലയിടിച്ചിലിൽ അവന്റെ അപ്പനും അമ്മയും കുഴിച്ചു മുടപ്പെട്ടു പോയി. എമ്മാവൂസിനടുത്തുള്ള സ്ഥലം, ആ കുടുംബം മുഴുവൻ നശിച്ചു. അവന്റെ അപ്പനും അമ്മയും അനുജന്മാരും. അവൻ നശിക്കാതിരുന്നത് അന്ന് ആ വീട്ടിലില്ലാതിരുന്നത് കൊണ്ടാണ്. അവനെ ആളുകൾ അവന്റെ വല്യപ്പന്റെ പക്കൽ കൊണ്ടുചെന്നു. എന്നാൽ ഡോറാസിന്റെ ഒരു ജോലിക്കാരന് എന്തു ചെയ്യാൻ പറ്റും? ഐസക്കെ, ഇക്കാര്യത്തിലും രക്ഷകനെന്ന് എന്നെക്കുറിച്ച് നീ പറഞ്ഞു. അത് തെറ്റാണോ? ഐസക്ക് എളിമയോടെ ചോദിക്കുന്നു. നീ ശരിയായത് ചെയ്തു. ദൈവം അത് ആവശ്യപ്പെട്ടതാണ്. വൃദ്ധൻ കുട്ടിയെ എനിക്ക് തന്നു. അടുത്ത ഏതാനും ദിവസങ്ങളിൽ അവന്റെ പ്രായപൂർത്തി നിർണയിക്കപ്പെടും. ഓ പാവം സാധുക്കുട്ടി, എത്ര ചെറുതാണ്. 12 വയസ്സായിട്ടും ഈ പ്രായത്തിൽ എന്റെ യൂദാസിന് ഇവന്റെ ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു. ഈശോയോ, എത്ര സുന്ദരനായ ഒരു പുഷ്പമായിരുന്നു ഈ പ്രായത്തിൽ. സലോമി പറയുന്നു, എന്റെ മക്കളും കൂടുതൽ വളർച്ചയും ശക്തിയുമുള്ളവരായിരുന്നു. മർത്ത താണസ്വരത്തിൽ പറയുന്നു, അവൻ എത്ര ചെറുതാ. ഞാൻ വിചാരിച്ചത് അവന് 10 വയസ്സ് പോലും ആയിട്ടില്ലെന്നാണ്. ഏയ്, വിശപ്പെന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഗതിയാ. ജനിച്ചപ്പോൾ തുടങ്ങി അവൻ പട്ടിണി അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ അവർ തന്നെ പട്ടിണിയാണെങ്കിൽ ആ പാവപ്പെട്ട വൃദ്ധന് ഇവനെ എങ്ങനെ പോറ്റാൻ കഴിയും? പത്രോസ് പറയുന്നു. ശരിയാണ്, അവൻ കുറെ കഷ്ടത അനുഭവിച്ചു. എന്നാൽ അവൻ ബുദ്ധിമാനും നല്ലവനുമാണ്. വൃദ്ധനും അവനും ആശ്വാസം നൽകാനാണ് ഞാൻ അവനെ എടുത്തത്. നീ അവനെ ദത്തെടുക്കാൻ പോകുകയാണോ? ലാസറസ് ചോദിക്കുന്നു. അല്ല, എനിക്ക് സാധിക്കയില്ല. കൊള്ളാം, എന്നാൽ ഞാൻ അവനെ സ്വീകരിച്ചുകൊള്ളാം. പത്രോസിന്റെ പ്രതീക്ഷകളെല്ലാം തകരുന്നു. ദുഃഖത്തോടെ പത്രോസ് നെടുവീർപ്പുതിർത്ത് പറയുകയാണ്, കർത്താവേ, എല്ലാം അവനാണോ? ഈശോ പുഞ്ചിരി തൂകുന്നു. ലാസറസേ, നീ ഇപ്പോൾ തന്നെ എന്തെല്ലാം സഹായങ്ങളാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. അവയ്ക്കെല്ലാം നന്ദി എനിക്കുണ്ട്. എന്നാൽ ഈ കുട്ടിയെ നിന്നെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. കാരണം ഇവൻ ഞങ്ങളുടെ ബാലനാണ്. ഞങ്ങളുടെ എല്ലാവരുടെയുമാണ് അവൻ. അപ്പസ്തോലന്മാരുടെയും ഗുരുവിന്റെയും സന്തോഷമാണവൻ. തന്നെയല്ല, ഇവിടെ അവൻ ധാരാളതയിലായിരിക്കും വളർത്തപ്പെടുക. എന്റെ ആഗ്രഹം അവന് യഥാർത്ഥ ദാരിദ്ര്യമാകുന്ന എന്റെ രാജകീയ മേലങ്കി അവന് സമ്മാനമായി നൽകണമെന്നാണ്. ഏറ്റമധികമായി
ദാരിദ്ര്യത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ പക്കലേക്ക് പോകുന്നതിന്, എന്റെ ശിഷ്യർക്ക് ബുദ്ധിമുട്ട് തോന്നാതിരിക്കേണ്ടതിന് മനുഷ്യപുത്രൻ തനിക്കായി ആഗ്രഹിച്ച ആ ദാരിദ്ര്യം. നിനക്കാണെങ്കിൽ ഈ അടുത്ത നാളിൽ എന്റെ ഒരു സമ്മാനം ലഭിക്കുകയും ചെയ്തതാണല്ലോ. ആ ശരി, വൃദ്ധനായ ഒരു ഗോത്രപിതാവും അയാളുടെ മകളും. ആ സ്ത്രീ നന്നായി പണിയെടുക്കുന്നവളാണ്, വൃദ്ധൻ വളരെ നല്ലവനും. അവരിപ്പോൾ എവിടെയാണ്? അതായത് ഏത് സ്ഥലത്താണ്? അവർ ഇവിടെ ബഥനിയിൽ തന്നെയുണ്ട്. നീ എനിക്ക് തന്ന ഈ അനുഗ്രഹം ഞാൻ അകലേക്ക് വിട്ടുകളയുമെന്ന് നീ വിചാരിക്കുന്നോ? സ്ത്രീ തുണി നെയ്യുന്നു. ആ ജോലിക്ക് ഒരു പ്രത്യേക വശം വേണം. വൃദ്ധൻ ജോലി ചെയ്യണമെന്ന് നിർബന്ധിച്ചതിനാൽ തേനീച്ചക്കൂടുകൾ അയാളുടെ അന്വേഷണത്തിന് വിട്ടുകൊടുത്തു. ഇന്നലെ സ്വർണ്ണ നിറത്തിലുള്ള നീണ്ട താടിമീശയുണ്ടായിരുന്നു അയാൾക്ക്. ഇല്ലേ പെങ്ങളെ? തേനീച്ചകളെല്ലാം കൂടി താടിമീശയിൽ പറ്റിപ്പിടിച്ചിരുന്നു. അയാളുടെ പുത്രിമാരോടെന്ന പോലെ അവയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവന് സന്തോഷമാണെന്ന് എനിക്ക് തീർച്ചയുണ്ട്. നീ അനുഗ്രഹീതനാകട്ടെ, ഈശോ പറയുന്നു. ഗുരുവേ, നന്ദി. എന്നാൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് നല്ല ചെലവ് വരും. കുറഞ്ഞപക്ഷം എങ്കിലും നീ അനുവദിക്കുമോ? ചടങ്ങിന് അവന് വേണ്ട വസ്ത്രങ്ങൾ ഞാൻ കൊടുത്തുകൊള്ളാം, പത്രോസ് ഉച്ചത്തിൽ പറയുന്നു. പത്രോസിന്റെ തീക്ഷ്ണമായ സംസാരം കേട്ട് എല്ലാവരും ചിരിക്കുന്നു. സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ അവന് മറ്റു വസ്ത്രങ്ങളും വേണമല്ലോ. സൈമൺ, നീ വിഷമിക്കാതിരിക്കൂ. എനിക്കും മക്കളില്ലല്ലോ. അവന് ഏതാനും ചെറിയ ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലുള്ള ആശ്വാസം മർത്തായ്ക്കും എനിക്കും അനുവദിക്കൂ. ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പത്രോസിന് ആകെ അലിവായി. അയാൾ പറയുന്നു, അവന്റെ ഉടുപ്പുകളോ? അവ കൊടുത്തുകൊള്ളൂ. എന്നാൽ ബുധനാഴ്ചത്തെ ഡ്രസ്സ്, അത് ഞാൻ വാങ്ങാൻ പോകുകയാണ്. ഗുരു അക്കാര്യത്തിന് എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. അത് വാങ്ങാൻ അമ്മയുടെ കൂടെ ഞാൻ നാളെ കടയിൽ പോകുകയാണ്. പത്രോസ് എല്ലാ വിവരങ്ങളും പറയുന്നു. കാരണം പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളൊന്നും വരരുതെന്ന് ആഗ്രഹമുണ്ട്. ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, അതെ അമ്മേ, നാളെ സൈമണിന്റെ കൂടെ പോയാൽ കൊള്ളാം. അല്ലെങ്കിൽ ആളിന് ചങ്കുപൊട്ടും. ഏതു തരം ഉടുപ്പാണ് ഇവന് ചേരുന്നത് എന്ന് സൈമണിന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഒരു ചെമന്ന ഉടുപ്പും പച്ച ഇടക്കെട്ടും എന്നാണ്. അത് അവന് ചേരും. ഇപ്പോഴുള്ള ഉടുപ്പിനേക്കാൾ വളരെ ഭേദമായിരിക്കും. ചുവപ്പ് നല്ലതാണ്. ഈശോയ്ക്കും അന്ന് ചെമപ്പ് നിറമുള്ള ഉടുപ്പായിരുന്നു. എന്നാൽ ചെമപ്പ് നിറത്തിലുള്ള ഉടുപ്പിന് ചെമപ്പ് നിറം തന്നെയുള്ള ഇടക്കെട്ടുകളാണ് കുറെ കൂടെ ഇണങ്ങുന്നത്. കുറഞ്ഞപക്ഷം ചെമന്ന ചിത്രത്തുന്നലുകളെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരിക്കും. മേരി ശാന്തമായി പറയുന്നു. ഞാൻ പച്ചയെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. യൂദാസിന് ചെമന്ന നിറത്തിന്മേൽ പച്ച വരകളുള്ള ഒരങ്കിയുണ്ട്. അത് ധരിക്കുമ്പോൾ അയാളെ കാണാൻ ഭംഗിയുണ്ട്. എന്റെ സ്നേഹിത, അത് പച്ചയല്ല. യൂദാസ് ചിരിക്കുന്നു. അല്ലേ, പിന്നെന്ത് നിറമാണത്? ആ നിറത്തിന് അഗാത്തരവൈൻ എന്നാണ് പറയുക. എനിക്കതറിയാമെന്ന് നീ എങ്ങനെ പ്രതീക്ഷിക്കും? അത് പച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ നിറം ഇലകളിൽ ഞാൻ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യക ശാന്തമായി ഇടപെട്ട് പറയുന്നു. സൈമൺ പറഞ്ഞത് ശരിയാണ്. ത്രിസിമാസത്തിലെ ആദ്യ മഴയ്ക്കുണ്ടാകുന്ന ഇലകൾക്ക് ആ നിറമാണ്. അത് തന്നെ, ഇലകൾക്ക് ആ നിറമുള്ളതുകൊണ്ടാണ് അത് പച്ചയാണെന്ന് ഞാൻ പറഞ്ഞത്. പത്രോസ് സന്തോഷത്തോടെ പറയുന്നു. മാധുര്യം നിറഞ്ഞ അമ്മ ഈ ചെറിയ കാര്യവും സമാധാനത്തിൽ പറഞ്ഞു തീർത്തു. ബാലനെ നിങ്ങൾ ദയവായി ഒന്ന് വിളിക്കൂ, മേരി യാചനാസ്വരത്തിൽ പറയുന്നു. ഉടനെ ജോണിന്റെ കൂടെ ബാലൻ വരുന്നു. അവനെ തലോടിക്കൊണ്ട് മേരി ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? ജാബസ് എന്നാണ്. അങ്ങനെയായിരുന്നു. എന്നാൽ ഒരു പുതിയ പേര് എനിക്ക് കിട്ടും. പുതിയ പേരോ? അതെ, ജാബസിന് ഒരു പുതിയ പേര് വേണമെന്ന് അവൻ പറയുന്നു. അതിന്റെ അർത്ഥം ഞാൻ അവനെ രക്ഷിച്ചു എന്നായിരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. സ്നേഹവും രക്ഷയും സൂചിപ്പിക്കുന്ന പേര്. അമ്മ ആ പേര് പറയണം. മേരി സ്വൽപ്പം ആലോചിച്ച ശേഷം പറയുന്നു. മാർജിയാം. ഈശോ രക്ഷിക്കുന്ന ആത്മാക്കളുടെ സമുദ്രത്തിൽ നീ ഒരു ചെറിയ നക്ഷത്രമാണ്. ഇഷ്ടമാണോ? രക്ഷയെയും എന്നെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പേര്. നിനക്കിഷ്ടമായോ? മനോഹരമായ പേര്, സന്തോഷത്തോടെ ബാലൻ പറയുന്നു. എന്നാൽ ഇത് സ്ത്രീകളുടെ പേരല്ലേ? ബർത്തലോമിയോ ചോദിക്കുന്നു. അവസാനം ഈ എന്നാണെങ്കിൽ സ്ത്രീയുടെ പേരായിരിക്കും.
അവൻ വളർന്നു പ്രായമുള്ള മനുഷ്യനായി കഴിയുമ്പോൾ പേര് മാറ്റിക്കൊള്ളട്ടെ. അങ്ങനെ പോരെ? മതിയെന്ന് ബാലൻ പറയുകയാണ്. മേരി വാത്സല്യത്തോടെ അവനെ തലോടുന്നു. മേരിയുടെ അനുജത്തി, അനുജന്റെ ഭാര്യ, പറയുന്നു, ഈ കമ്പിളി നല്ലതാണ്. അവൾ ജാബസിന്റെ പുറംകുപ്പായം പിടിച്ചു നോക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാൽ അതിന്റെ നിറമാണ് കഠിനം. ഞാനതു കടും ചുമപ്പ് ചായം മുക്കി ശരിയാക്കട്ടെ. അത് നന്നായി വരികയില്ലേ? മേരി എന്തു പറയുന്നു? നാളെ വൈകിട്ട് അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അവന് പുതിയത് കിട്ടിക്കഴിയുമല്ലോ. ഇപ്പോൾ അതെങ്ങനെയാണ് ഊരിക്കുന്നത്? മർത്ത പറയുന്നു, എന്റെ കൊച്ചുകുട്ടി, നീ എന്റെ കൂടെ വരുന്നോ? ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ ഒത്തിരി കൂട്ടങ്ങൾ നിനക്ക് കാണാം. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ജാബസ് തടസ്സം പറയുന്നില്ല. അവൻ ഒരിക്കലും എതിർത്തു പറയാറില്ല. എന്നാൽ അവന് ഒട്ടും പരിചയമില്ലാത്ത ആ സ്ത്രീയുടെ കൂടെ പോകാൻ അവന് പേടിയുള്ളതുപോലെ തോന്നുന്നു. അവൻ നേരിയ സ്വരത്തിൽ ലജ്ജാപൂർവം ചോദിക്കുന്നു, ജോണും എന്റെ കൂടെ വരുമോ? തീർച്ചയായും. അവർ പോകുന്നു. മറ്റുള്ളവരെല്ലാം അവരവരുടെ സംഭാഷണം തുടരുകയാണ്. മനുഷ്യരുടെ ദുഷ്ടതകളുടെ കഥകൾ പറയുകയും നെടുനിശ്വാസം ഉതിർക്കുകയും ചെയ്യുന്നു. സ്നാപകനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഐസക് പറയുന്നു. ചിലർ പറയുന്നു അയാൾ മക്കേരൂസിലാണെന്ന്. വേറെ ചിലർ പറയുന്നു അയാൾ തിബേരിയാസിലാണെന്ന്. അയാളുടെ ശിഷ്യന്മാർ തിരിച്ചെത്തിയതുമില്ല. അവർ അദ്ദേഹത്തെ അനുഗമിച്ചില്ലേ? അവർ കൂടെ പോയി. എന്നാൽ അദ്ദേഹത്തെ ബന്ധനസ്ഥരാക്കിയവർ നദി കടന്നു കഴിഞ്ഞു. തടാകത്തിന്റെ ഭാഗത്തേക്കാണോ താഴെ മക്കേരൂസിലേക്കാണോ കൊണ്ടുപോയതെന്ന് അറിഞ്ഞുകൂടാ. ജോണും മത്യാസും ശെമയോനും അന്വേഷിച്ചു നടക്കുന്നുണ്ട്. അവർ തീർച്ചയായും അദ്ദേഹത്തെ ഉപേക്ഷിക്കയില്ല. ഈ പുതിയ ശിഷ്യനെ ഐസക്കെ നീയും ഉപേക്ഷിക്കയില്ല. തൽക്കാലം ഇവൻ എന്റെ കൂടെ താമസിക്കും. പെസഹ എന്നോടൊപ്പം അവൻ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പെസഹ ആഘോഷിക്കുന്നത് ജെറുസലേമിൽ യോവന്നായുടെ വീട്ടിലായിരിക്കും. അവർ എന്നെ കണ്ടു. എനിക്കും എന്റെ കൂട്ടുകാർക്കും കൂടെ ഒരു മുറി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഈ വർഷം വരുന്നുണ്ട്. ജോനാഥനും ഉണ്ടായിരിക്കും. ലെബനനിലുള്ളവരും വരുമോ? വരും. ഒരുപക്ഷെ ജോണിന്റെ ശിഷ്യർ വരികയില്ലായിരിക്കാം. യോഹന്നാന്റെ പണിക്കാർ വരുന്ന വിവരം നീ അറിഞ്ഞോ? വരുന്നുണ്ടോ? ഞാൻ പുരോഹിതർ ബലിയർപ്പിക്കുന്ന ഭാഗത്തുള്ള വാതിൽക്കലുണ്ടായിരിക്കും. അവരെ കണ്ടുപിടിച്ച് എന്റെ കൂടെ കൊണ്ടുപോകും. അവസാന നിമിഷത്തിലായിരിക്കും അവരെത്തുക. അവർക്ക് സമയം വളരെ ചുരുക്കമായിട്ടേയുള്ളൂ. എന്നാൽ ഒരാടിനെ കിട്ടിയിട്ടുണ്ട്. എനിക്കും ഒരെണ്ണമുണ്ട്. വളരെ നല്ല ഒരാട്ടിൻകുട്ടി. ലാസറസ് എനിക്ക് തന്നതാണ്. അതിനെ നമുക്ക് ബലിയർപ്പിക്കാം. അവരുടേതിനെ മടക്കയാത്രയ്ക്ക് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. മർത്ത ജോണിന്റെയും ജാബസിന്റെയും കൂടെ തിരിച്ചു വരുന്നു. ബാലൻ ഒരു വെള്ള അങ്കിയും ചെമന്ന പുറംകുപ്പായവും ധരിച്ചിട്ടുണ്ട്. അവന്റെ കൈത്തണ്ടിൽ ചെമപ്പ് നിറമുള്ള ഒരു മേലങ്കിയും തൂക്കിയിട്ടിട്ടുണ്ട്. ലാസറസെ, ഇവ ഏതാണെന്ന് ഓർമ്മിക്കുന്നുണ്ടോ? കണ്ടോ, സാധനങ്ങൾക്കെല്ലാം എപ്പോഴെങ്കിലും ഉപയോഗമുണ്ടാകും. അവർ പരസ്പരം നോക്കി പുഞ്ചിരി തൂകുന്നു. മർത്ത, വളരെ നന്ദി, ഈശോ പറയുന്നു. ഓ എന്റെ കർത്താവേ, ഞാൻ ഒരു സാധനവും കളയുകയില്ല. എല്ലാം സൂക്ഷിച്ചു വയ്ക്കും. ഇവയെല്ലാം അമ്മയുടെ പക്കലുണ്ടായിരുന്നതാണ്. എന്റെ സഹോദരന്റെ ഉടുപ്പുകൾ പലതും എന്റെ പക്കലുണ്ട്. അമ്മ അത് കൈകാര്യം ചെയ്തിരുന്നവയായതുകൊണ്ട് അവയെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരെണ്ണം ഒരു കുട്ടിക്ക് കൊടുക്കും. ഇപ്പോൾ ഇവ ഞാൻ മാർജിയാമിന് കൊടുക്കുന്നു. അല്പം ഇറക്കക്കൂടുതലാണ്. എന്നാൽ അവ എളുപ്പത്തിൽ ശരിയാക്കാം. ലാസറസിന് പ്രായപൂർത്തി ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഇതൊന്നും വേണ്ടാതായി. കുട്ടികളുടെ ഒരു നിർബന്ധം. ആ നിർബന്ധത്തിന് അമ്മ വഴങ്ങി. കുഞ്ഞു ലാസറസിനെ അമ്മ ആരാധിക്കുക തന്നെ ചെയ്തിരുന്നു. മാർത്ത ലാസറസിനെ കെട്ടിപ്പിടിക്കുന്നു. ലാസറസ് മർത്തായുടെ കരങ്ങൾ പിടിച്ച് ചുംബിച്ചുകൊണ്ട് ചോദിക്കുന്നു, നീയും ആരാധിക്കുന്നില്ലേ? അവർ പരസ്പരം നോക്കി പുഞ്ചിരി തൂകുന്നു. നോക്കൂ, ദൈവപരിപാലനയുടെ വിധം. പലരും മന്ത്രിക്കുന്നു. എന്റെ നിർബന്ധം നിങ്ങളെയെല്ലാം കടാക്ഷിക്കാനിടയായി. ഒരുപക്ഷെ ഇവയെല്ലാം എന്നോട് ക്ഷമിക്കുമായിരിക്കും. ഭക്ഷണം തയ്യാറായി. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കുന്നു. ഈശോയ്ക്ക് അമ്മയോടൊന്ന് സമാധാനത്തിൽ സംസാരിക്കാൻ
അവസരമുണ്ടാകുന്നത് രാത്രി വളരെ വൈകിയാണ്. അവർ മട്ടുപ്പാവിലേക്ക് പോയി ചേർന്നിരിക്കുന്നു. കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പരസ്പരം സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഈശോയാണ് ആദ്യം സംസാരിക്കുന്നത്. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അനന്തരം മേരി പറയുന്നു, മകനെ, നീ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടൻ ഒരു സ്ത്രീ ഇവിടെ വന്നു. അവൾ നിന്നെ അന്വേഷിച്ചാണ് വന്നത്. ഒരു വലിയ നികൃഷ്ടത, ഒരു വലിയ രക്ഷയും. പാവം, നിന്നിൽ നിന്നും പാപപ്പൊറുതി ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അവളുടെ നിശ്ചയത്തിൽ സ്ഥിരമായി നിൽക്കണമെങ്കിൽ അത് വേണം. സൂസന്നായെയും നീ സുഖപ്പെടുത്തിയതാണെന്ന് പറഞ്ഞ് അവളെ ഞാൻ സൂസന്നായെ ഏൽപ്പിച്ചു. നമ്മുടെ വീട്ടിൽ അവളെ പാർപ്പിക്കാമായിരുന്നു. എന്നാൽ എല്ലാ പടവുകളും വന്നെടുക്കുന്ന തുറമുഖം പോലെയാണല്ലോ നമ്മുടെ വീട്. പലരും ദുഷിച്ച ഉദ്ദേശത്തോടെ വരുന്നവരും. അതുകൊണ്ടാണ് എന്റെ കൂടെ അവളെ പാർപ്പിക്കാതിരുന്നത്. ഇപ്പോൾ ലോകത്തോട് അവൾക്ക് വെറുപ്പായി. അവൾ ആരാണെന്നറിയാമോ? ഒരാത്മാവ്. എന്നാൽ തെറ്റാതെ അവളെ സ്വീകരിക്കേണ്ടതിന് അവളുടെ പേര് അറിഞ്ഞാൽ കൊള്ളാം. അവളുടെ പേര് ആഗ്ലേ. റോമൻ നാടക സെറ്റിലെ ഒരു ഹാസ്യ നടി. പാപിനി. ഹെബ്രോണിൽ വച്ചാണ് നീ അവരെ രക്ഷിക്കാൻ ആരംഭിച്ചത്. അവൾ നിന്നെ അന്വേഷിച്ചു നടന്നു. തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്നെ കണ്ടുപിടിച്ചു. അവളുടെ വീണ്ടെടുക്കപ്പെട്ട ആത്മാർത്ഥത നിമിത്തം ധാരാളം സഹിക്കേണ്ടി വന്നു. എത്രയധികം അവൾ സഹിച്ചു! എല്ലാം അവൾ എന്നോട് പറഞ്ഞു. എത്ര ഭയങ്കരം! അവളുടെ പാപമോ? അതും. അതുകൂടാതെയും എത്രയധികം! ലോകം എത്ര ഭയങ്കരം! ഓ എന്റെ മകനെ, കഫർനാമിലുള്ള ഫരിസേയരെ വിശ്വസിക്കരുതേ. ഈ നിർഭാഗ്യ ജീവിയെ ഉപയോഗിച്ച് നിന്നെ ഉപദ്രവിക്കാനിരിക്കുകയായിരുന്നു. അവളെപ്പോലും അവൾ ഉപകരണമാക്കും. അമ്മേ, എനിക്കറിയാം. ആഗ്ലേ എവിടെയാണ്? പെസഹായ്ക്ക് മുമ്പ് അവൾ സൂസന്നായുടെ കൂടെ വരും. കൊള്ളാം, ഞാൻ അവളോട് സംസാരിക്കും. എന്നും സന്ധ്യയ്ക്ക് ഞാൻ ഇവിടെ കാണും. പെസഹാ ദിവസം കാണുകയില്ല. അന്ന് കുടുംബത്തിലായിരിക്കണമല്ലോ. അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അവൾ വരികയാണെങ്കിൽ എന്നെ കാത്തു നിൽക്കാൻ പറയൂ. അമ്മ പറഞ്ഞതുപോലെ ഒരു വലിയ രക്ഷയായിരിക്കും ഇത്. സ്വമേധയാ എത്ര പെട്ടെന്നുള്ള മാനസാന്തരം! ഈ വിഷാദം നിറഞ്ഞ മണ്ണിൽ വീണ് ശക്തിയോടെ മുളച്ചതുപോലെ എന്റെ വാക്കും എത്ര ചുരുക്കം ഹൃദയങ്ങളിലാണ് വേരിറക്കുന്നത്. പിന്നീടത് വളരാൻ ആൻഡ്രു സഹായിച്ചു. പൂർണ്ണമാകുന്നതുവരെ അവൻ സഹായിച്ചു. അവൾ അതെന്നോട് പറഞ്ഞു. അമ്മേ, ആ നാശം നിന്നെ സമീപിച്ചപ്പോൾ അമ്മയ്ക്ക് എന്താണ് അനുഭവപ്പെട്ടത്? അറപ്പും സന്തോഷവും. നരകഗർത്തത്തിന്റെ വാതിൽക്കലാണ് എന്നെനിക്ക് തോന്നി. അതേസമയം നീലാകാശത്തിലേക്ക് ഞാൻ ആവഹിക്കപ്പെടുന്നത് പോലെയും തോന്നി. ഇതുപോലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നീ തീർച്ചയായും ദൈവമാണ് എന്റെ മകനെ. തെളിഞ്ഞു മിന്നി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെ താഴെ അവർ നിശബ്ദരായിരിക്കുന്നു. ചന്ദ്രിക കൂടിക്കൂടി വരുന്നുണ്ട്. നിശബ്ദതയിൽ, പരസ്പര സ്നേഹത്തിൽ അവർ വിശ്രാന്തിയിലാഴുന്നു.